കുട്ടികളെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികൾക്കും പലപ്പോഴും വെന്റിലേറ്റർ വരാവുന്ന കുട്ടികളുണ്ട്. കാരണം ഷുഗർ കൂടിയിട്ട് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയും. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ CGM സെൻസർ വിതരണം ജൂലൈ 13 നടക്കും. ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി വടകര ഷാദിമഹൽ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11-ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ ആയുസ് ദൈർഘ്യം കൂട്ടാൻ വേണ്ടിയിട്ട്, മറ്റുള്ള രാജ്യങ്ങളുടെ കൂടെ ആക്റ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി തന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഇൻസുലിൻ്റെ ഗുണമേന്മയില്ലായ്മ എന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് മുമ്പ് കൊടുത്തതുപോലെ തന്നെ ഏറ്റവും നിലവാരമുള്ള കുട്ടികൾക്ക് ഉചിതമായ ഇൻസുലിൻ കൊടുക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമുക്കെന്ത് ചെയ്യുക, ആ ഒരു പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരണമെന്ന് ആണ് കുട്ടികളെല്ലാം ആഗ്രഹിക്കുന്നത്. അത് എന്തായാലും വരുമെന്ന പ്രതീക്ഷയും സന്തോഷം നമുക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്നത് ഇപ്പം ഈ ഒരു പദ്ധതിയുടെ ഒരു ചെറിയൊരു ഉപകരണമാണ്. ഇവിടെ വെക്കുന്ന കൈയിൻ്റെ മുകളിൽ വെക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഈ ഒരു ഉപകരണത്തിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ 3 മിനിറ്റിലും നമ്മുടെ ഫോണുകളിൽ ഫോണുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ, രക്ഷിതാവിൻ്റെ ഫോണിൽ, അതുപോലെ അവരുടെ അവരുടെ ഡോക്ടറും ടീച്ചറുടെ ഫോണിലും ഓരോ 3 മിനിറ്റ് കൂടുമ്പം ഷുഗറിൻ്റെ വാല്യൂ വന്നുകൊണ്ടേയിരിക്കും. 14 ദിവസമേ ഇതിന് ദൈർഘ്യമുള്ളൂ. പക്ഷേ ഈ 14 ദിവസത്തിൽ ഓരോ 3 മിനിറ്റിലും വന്നുകൊണ്ടേയിരിക്കും. ഷുഗർ കൂടുന്നതും കുറയുന്നതും അറിയും. അതുപോലെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 80-ൻ്റെയും 150-ൻ്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 80-ൻ്റെ താഴെ വരുമ്പോഴോ 150-ൻ്റെ മേലെ വരുമ്പോഴോ മാതാപിതാക്കളുടെ ഫോണിലോ ടീച്ചറുടെ ഫോണിലോ എല്ലാം വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ മാതാവിന് അല്ല ടീച്ചർക്ക് ഉടനെ പഞ്ചസാര കൊടുക്കാൻ പറ്റും. കൂടിയതാണ് ഒരു ഇൻസുലിൻ കൊടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്ന ഉപകരണം കൊണ്ടുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നെങ്കിൽ 80-ൽ താകുമ്പോൾ തൊട്ടടുത്തുള്ള അച്ഛൻ എന്ത് ചെയ്യും, ഉണരുമായിരുന്നു എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ ഒരു പേരാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ CGM എന്ന് പറയുന്നത് ആകെ 14 ദിവസമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വേറൊരു ഭാഷ പറഞ്ഞാൽ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു മാസത്തിൽ 2 തവണ ഉപയോഗിക്കണം, ഒരു വർഷത്തിൽ 24 എണ്ണം ഉപയോഗിക്കണം. ഇന്ന് ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഏതാണ്ട് 4000-ൻ്റെ 5000-ൻ്റെ ഇടയിലാണ് ഒരു മോണിറ്ററിൻ്റെ റേറ്റ്. അതായത് വേറൊരു ഭാഷ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10,000 രൂപയെങ്കിലും ചിലവ് വരും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് ത്രിപുരയും അതുപോലെ മലേഷ്യയിലെ റോട്ടറി ക്ലബിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ 1001 കുട്ടികൾക്ക് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ ഡിവൈസ് കൊടുക്കാനുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഈ 13-ാം തീയതി ഷാദിമഹലിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്നത്. അത് ഇവിടെ ഇപ്പം നമ്മുടെ വടകരയിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 3 ജില്ലകളിലെ കുട്ടികളായിരിക്കും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയിലെ കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോ ജില്ലകളിലും 2-3 ജില്ലകൾ എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം 3 ജില്ലകൾ ആയിട്ട് കൊടുത്തിട്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതും നമ്മളൊരു എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്തും അതുപോലെ സർക്കാരിൻ്റെ അടുത്തും ഈ ഒരു എക്യുപ്മെൻറ്റ് കുട്ടികൾക്ക് എത്രമാത്രം ആവശ്യകത ഉണ്ട് എന്നുള്ളത് എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ്. കാരണം ഇത് ഒരിക്കലും നമ്മൾ ഇതൊന്ന് കൊടുത്തത് കൊണ്ട് മാത്രം തികയില്ല. കാരണം ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ ഈ ഒരു മെസ്സേജ് ഇങ്ങനൊരു 10,000-ഓളം വരുന്ന കുട്ടികൾ കേരളത്തിലുണ്ടെന്നും ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട് എന്നതും സമൂഹത്തിൽ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്നതും കൂടി അഭ്യർത്ഥിക്കാനാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികളാണ്. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികൾക്കും പലപ്പോഴും വെന്റിലേറ്റർ വരാകുന്ന കുട്ടികളുണ്ട്. കാരണം ഷുഗർ കൂടിയിട്ട് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇവരെ ഏറ്റെടുക്കില്ല. കുട്ടി ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല. ഇൻഷുറൻസ് പ്രൈവറ്റ് ആയിക്കോട്ടെ, ഇപ്പം ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും ഇവർ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ആകുന്ന കുട്ടികൾ പെട്ടതാണ് ഇവരും. അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ ജനങ്ങളുടെ എത്തിക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിൽ എത്തിക്കുകയും അതുവഴി എന്ത് ചെയ്യുക, ഇതുപോലുള്ള ആനുകൂല്യം കിട്ടിയാൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള രാജ്യത്തുള്ള ശരാശരി ആയുസ്സിലേക്ക് 70, 80, 90 വയസ്സ് വരെ എത്തിക്കാൻ നമുക്ക് ഈ കുട്ടികളെ സാധിക്കത്തുള്ളൂ.
മികച്ച ഉപരിപഠനമാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കൂ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ബികോം ജനറൽ, ബികോം കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ, BBA ടൂറിസം, BCA, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, MCOM എന്നീ UG PG കോഴ്സുകൾ കൂടാതെ CMA CAT, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, AI എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകളും മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. Where dreams take flight.